വാർത്തകളും വിശകലനവുമായി പകൽ വാർത്ത ആരംഭിക്കുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ദുഃഖവെള്ളി ദിനത്തിൽ കേന്ദ്രത്തിനെതിരായ രാഷ്ട്രീയം ചർച്ചയാക്കി ക്രൈസ്തവ സഭകൾ. പൗരത്വ ഭേദഗതി നിയമത്തിലെ നിഗൂഢത തിരിച്ചറിയണമെന്ന് ലത്തീൻ അതിരൂപത. നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. മതത്തിന്റെ പേരിൽ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത പുലർത്തണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയെ. ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. പൗരത്വ ഭേദഗതിയും ഇഡിയും തന്നെ കേരളത്തിൽ പ്രചാരണ വിഷയങ്ങൾ. ഇഡിക്കെതിരെ സിപിഎമ്മും ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസും രംഗത്ത്. മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം നാളെ മുതൽ. കേരളത്തിൽ സിപിഎം തെറ്റിദ്ധാരണ പടർത്തുന്നുവെന്ന് ബിജെപി. പത്തനംതിട്ടയിലെ രാഷ്ട്രീയ പോരിനൊപ്പം ന്യൂസ് 18 മെഗാ ഷോ ഗോദ. ചിത്രീകരണം വൈകിട്ട്. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 1700 കോടി രൂപ അടയ്ക്കണം. തരംതാണ പ്രതികാര രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കോൺഗ്രസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗവർണർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികൾ ഉടൻ ആരംഭിക്കും. അന്വേഷണ ചുമതല ഹൈക്കോടതി മുൻ ജഡ്ജി എ ഹരിപ്രസാദിന്. നടപടി അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കുമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ. സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച് പുതിയ വിസി KS അനിൽ. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം വരുമോ? സാധ്യതകൾ പരിശോധിച്ച് കേന്ദ്രം. കേജ്രിവാളിന് പകരക്കാരനെ നിയോഗിക്കാൻ ആം ആദ്മി പാർട്ടിയിലും ആലോചനകൾ. കേജ്രിവാളിന് പിന്തുണ തേടി ഭാര്യ വീണ്ടും രംഗത്ത്. പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ഇന്ന് ദുഃഖവെള്ളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. സംയുക്ത കുരിശിന്റെ വഴി നടത്തി ലത്തീൻ സിറിയൻ മലങ്കര സഭകൾ. പത്തനംതിട്ടയിലെ വാഹനാപകടം ആത്മഹത്യ. കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറ്റി. അധ്യാപികയ്ക്കും സുഹൃത്തിനും ദാരുണാന്ത്യം. ഡൽഹിയിൽ ബിൽഗേറ്റ്സ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച. AI-യുടെ ദുരുപയോഗം തടയണം. ഉള്ളടക്കങ്ങളിൽ വാട്ടർമാർക്ക് ഏർപ്പെടുത്തണമെന്ന് നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ സ്വീകരിക്കാനുള്ള ഇന്ത്യൻ കഴിവിനെ പ്രശംസിച്ച് ബിൽഗേറ്റ്സ്. ചരിത്രത്തിൽ ആദ്യമായി 1.5 ലക്ഷവും കടന്ന് സ്വർണ്ണവില. പവനിന്ന് കൂടിയത് 1040 രൂപ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പൗരത്വ ഭേദഗതി നിയമവും മണിപ്പൂരും അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്രത്തിനെതിരെ കടുത്ത വിമർശനവുമായി ലത്തീൻ അതിരൂപത രംഗത്ത് വന്നിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്ത് തോൽപ്പിക്കണമെന്നും മതാധിഷ്ഠിത വിവേചനം നല്ലതല്ല എന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞു. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അതിക്രൂരമായ അതിക്രമം നേരിടുമ്പോൾ അധികൃതരിൽ നിന്ന് ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിലിന്റെ സന്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ രംഗത്തെത്തിയത്. ദുഃഖവെള്ളി സന്ദേശത്തിൽ അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാട് അടക്കമാണ് ആവർത്തിച്ചിരിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അത് അംഗീകരിക്കാനാവില്ല. മണിപ്പൂരിലും ഉത്തരേന്ത്യയിലെ മറ്റിടങ്ങളിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടന്ന പീഡനങ്ങൾ അത് ഇരുട്ടിന്റെ ശക്തിയുടെ ഭാഗത്തു നിന്നാണ്. അന്ധകാര ശക്തികളാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും കഴിഞ്ഞ ആഴ്ചയിലാണ് ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ലത്തീൻ സഭയുടെ കീഴിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലും ഉപവാസ യജ്ഞം നടന്നത്. അതിന് പിന്നാലെയാണ് ദുഃഖവെള്ളി സന്ദേശത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ ഈ ഒരു വിമർശനം തോമസ് ജെ നെറ്റോ ആവർത്തിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള
നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ മത അധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം. രാജ്യത്ത് ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പരാജയമാണെന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത സഹായമന്ത്രൻ മാർ തോമസ് തറയിൽ വ്യക്തമാക്കിയത്. കുരിശ് സാഹോദര്യത്തിന്റെ പ്രതീകമാണ്. ആ കുരിശിനോട് ചേർന്ന് നിൽക്കാനുള്ള വഴികൾ മാത്രമാണ് എല്ലാ കാലത്തും ക്രൈസ്തവ സമൂഹം സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അംഗീകരിക്കാനാവില്ലെന്നും മാർ തോമസ് തറയിൽ വ്യക്തമാക്കി. നമ്മുടെ ഭരണഘടന പോലെ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിന്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏതു ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരായി ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നുവരുന്ന ഈ വിമർശനങ്ങൾ വലിയ തോതിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും ഇതോടെ വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസിന് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. 1700 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. തരംതാണ പ്രതികാര രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ആദായ നികുതി വകുപ്പ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നതായും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലാണ് BJP എന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നോട്ടീസ് ഞങ്ങൾ 1800 കോടി രൂപ അടക്കണം എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം BJPയും അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല യഥാസമയം. കഴിഞ്ഞ 2 കൊല്ലത്തെ വ്യക്തമായിട്ടും അതിൻ്റെ കൃത്യമായ കണക്ക് ഇന്ന് AICC ആസ്ഥാനത്ത് ഞങ്ങളുടെ ട്രഷറർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അവർ കണക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് 2019-ലെത്തിയും 1996-ലെത്തിയും കാര്യം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു. ഇപ്പം ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളോട് പറയാനാണ് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യ ജനാധിപത്യത്തിന് പേരുകേട്ട രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന സംഭവമാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് പരാജയം ഉറപ്പായതിൻ്റെ വിഭ്രാന്തിയിൽ നിന്നുണ്ടായിട്ടുള്ള മരണവെപ്രാളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലുകളെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിനിടയിൽ കൂടി ഈ തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് എത്രത്തോളം രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ക്ഷണിച്ചു വരുത്തുക? ഒപ്പം എത്ര സാമ്പത്തിക വർഷങ്ങളിലെ പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് കൂടിയാണ് ഈ അയച്ചിരിക്കുന്നത്? അപർണ, ആദായ നികുതി വകുപ്പിന്റെ കുരുക്ക് മുറുകുകയാണ് കോൺഗ്രസിന്. കാരണം നേരത്തെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുടെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അജയ് മാക്കൻ തുടങ്ങിയ നേതാക്കൾ ഒരുമിച്ച് ഒരു സംയുക്ത വാർത്താ സമ്മേളനമാണ് അന്ന് നടത്തിയത്. അന്ന് വ്യക്തമാക്കിയ കാര്യം, ഇത്തരം നടപടിയോട് തുടർന്ന് പ്രചാരണത്തിന് പോലും പണമില്ലാത്ത സാഹചര്യം കോൺഗ്രസ് നേരിടുന്നുണ്ട്. പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ല, നേതാക്കൾക്ക് യാത്രയ്ക്കായി പണമില്ല തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതായത് 2 തവണയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒന്ന് 2017, 2018 മുതൽ 2020, 2021 വരെയുള്ള നികുതി പുനർനിർണ്ണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ ഏറ്റവും ഒടുവിൽ സമീപിച്ചു. അത് ഹൈക്കോടതി തള്ളി. അതിന് തൊട്ടു മുമ്പ് 2014, 2015 മുതൽ 2016 മുതൽ 2017 വരെയുള്ള സാമ്പത്തിക വർഷത്തെ നികുതി പുനർനിർണ്ണയിക്കാനുള്ള നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഈ 2 ഹർജികളും തള്ളി. ഏതായാലും ഇന്നലെയാണ് 2ാമത്തെ ഹർജി തള്ളിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിരിക്കുന്നത്. 1700 കോടി രൂപ
അടയ്ക്കണമെന്നാണ് ഈ പുതിയ നോട്ടീസിൽ പറയുന്നത്. എത്രയും വേഗം അടയ്ക്കണമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് 2017-18 മുതൽ 2020-2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹൈക്കോടതിക്ക് പിന്നാലെ നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയും സമീപിച്ചിരുന്നു. പക്ഷേ അവിടെയും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായില്ല. ഏതായാലും പുതിയ നോട്ടീസിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആദായ നികുതി വകുപ്പ് അപ്പലേറ്റിനെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരം നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ അഭിഭാഷകനായ രാജ്യസഭാ അംഗം കൂടിയായ വിവേക് തൻഹ പ്രതികരിച്ചിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും വ്യക്തത വരുത്താതെയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ വീണ്ടും ഒരുപക്ഷെ കോടതിയെയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിനെയോ സമീപിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ചില വിമർശനങ്ങളും പ്രതികരണങ്ങളും കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പകപോക്കലോടുകൂടിയുള്ള നീക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നു. അതായത് പ്രതിപക്ഷ കക്ഷികളെ പോലും വേണ്ട എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഈ നടപടിയിലൂടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിനെയും ഒക്കെ ഒരു ഗുണ്ടാപ്പടയെ പോലെ ഉപയോഗിക്കുന്നു എന്ന കടുത്ത വിമർശനമാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രചാരണം നടക്കുന്നു. ആദ്യഘട്ടത്തിലെ പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത്. അതായത് രാകേഷ് പറയുന്ന പോലെ തന്നെ കൃത്യമായ ഡോക്യുമെന്റുകളുടെ പിൻബലമില്ലാതെ നൽകിയിരിക്കുന്ന ഒരു നോട്ടീസാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതുകൊണ്ട് വീണ്ടും കോടതിയിലേക്ക് പോകും. പക്ഷെ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നടപടി കിട്ടാത്ത ഒരു സാഹചര്യവും പശ്ചാത്തലവും ഉണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ശക്തമായി കടക്കാനുള്ള സാധ്യതയും ആണോ വരും ദിവസങ്ങളിൽ കാണുക? തീർച്ചയായും അത്തരമൊരു പ്രതിഷേധങ്ങളിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. അതായത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായി രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ AICC ട്രഷറർ അജയ് മാക്കനും വലിയ ആരോപണങ്ങൾ കേന്ദ്രത്തിന്റെ ഉന്നയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏജൻസികളെ അടക്കം രാഷ്ട്രീയ പകപോക്കലിനായി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ കക്ഷികളെക്കെതിരെ ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ അജയ് മാക്കൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം KC വേണുഗോപാലും സമാനമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിനെ ഒരു ഗുണ്ടാപ്പടയെ പോലെ ഉപയോഗിക്കുന്ന എന്ന വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. അപ്പോഴും ഉയരുന്ന ചോദ്യം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സാമ്പത്തികമായി മറികടക്കും എന്നുള്ളതാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് മെയ് മാസം അവസാനം വരെയുണ്ട്. ജൂണിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അപ്പോൾ ഇനിയും മാസങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും കൂടുതൽ പിഴ വരികയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ കോൺഗ്രസ് മറികടക്കും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അപർണ. PR രാകേഷ് വിവരങ്ങൾ നൽകി. ഡൽഹിയിലേക്ക് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റ് പ്രതികളൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് ED. ഗോവയിൽ നിന്ന് അറസ്റ്റിലായവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. അഴിമതി പണം ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നാണ് EDയുടെ വാദം. കെജ്രിവാളിന്റെ ഫോൺ പിടിച്ചെടുക്കുന്നതിലൂടെ ED ലക്ഷ്യം വെക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളാണെന്ന് മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. EDയെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണെന്നും അതിഷി വിമർശിച്ചു. അതിനിടെ കെജ്രിവാൾ കോ ആശീർവാദ് എന്ന പേരിൽ വാട്സ്ആപ്പ് ക്യാമ്പയിൻ ആം ആദ്മി പാർട്ടി ആരംഭിക്കുകയും ചെയ്തു. കെജ്രിവാളിന് പിന്തുണ അറിയിക്കാനുള്ള വാട്സ്ആപ്പ് നമ്പറും ഭാര്യ സുനിത കെജ്രിവാൾ പങ്കുവച്ചു. കെജ്രിവാളിന് തിഹാറിൽ പോകേണ്ടി വന്നാൽ പകരം ചുമതല നൽകുന്ന കാര്യം ആം ആദ്മി പാർട്ടിയുടെ ആലോചനയിലുണ്ട്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രവുമായി കൂടിയാലോചന നടത്തിയതായിട്ടുള്ള സൂചനകളും ഇതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ നേതാവും ഗുണ്ടാത്തലവനുമായ മുക്താർ അൻസാരിയുടെ മരണത്തിൽ വിവാദം കനക്കുകയാണ്. മരണത്തെക്കുറിച്ച് 3-അംഗ സമിതി അന്വേഷിക്കും. ജയിലിൽ വെച്ച് വിഷം കലർത്തി കൊന്നതെന്നാണ് മുക്താർ അൻസാരിയുടെ കുടുംബത്തിന്റെ ആരോപണം. ജയിലിൽ വെച്ച് അബോധാവസ്ഥയിൽ കാണപ്പെട്ട അൻസാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മരണത്തിൽ UP സർക്കാരിനെതിരായ വിമർശനവുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നു. ഏത് സാഹചര്യത്തിലും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതിന് സാധിക്കാത്ത സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു. കുടുംബത്തിന്റെ ആരോപണം അന്വേഷിക്കണമെന്ന് BSP നേതാവ് മായാവതി പറഞ്ഞു. മരണത്തെ തുടർന്ന് ഗാസിപ്പൂരിലും ബന്തയിലും നിരോധനാജ്ഞ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽ ഗേറ്റ്സും കൂടിക്കാഴ്ച നടത്തി.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വരെയുള്ള വിവിധ വിഷയങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനുള്ള ശ്രമങ്ങളും ചർച്ചയ്ക്ക് വന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. സാങ്കേതികവിദ്യ അതിവേഗം സ്വീകരിക്കാനും മുന്നോട്ട് നയിക്കാനുമുള്ള ഇന്ത്യക്കാരുടെ കഴിവിനെ ബിൽഗേറ്റ്സ് പ്രശംസിച്ചു. ഡിജിറ്റൽ മേഖലയിലെ കുത്തവകാശം തടയാൻ ഇന്ത്യ സാങ്കേതികവിദ്യയെ ജനാധിപത്യവൽക്കരിച്ചുവെന്ന് G20 ഉച്ചകോടിയിലെ ഇന്ത്യയുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി പറഞ്ഞു. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഗവർണർ നിയമിച്ച അന്വേഷണ കമ്മീഷൻ നടപടികൾ ഉടൻ ആരംഭിക്കും. ഹൈക്കോടതി മുൻ ജഡ്ജ് A. ഹരിപ്രസാദിനെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. റിട്ടയർഡ് ഡിവൈഎസ്പി BG കുഞ്ഞൻ അന്വേഷണത്തിൽ കമ്മീഷനെ സഹായിക്കും. സിദ്ധാർത്ഥിന്റെ വീട് സന്ദർശിച്ച വെറ്റിനറി സർവകലാശാല VC KS അനിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും വ്യക്തമാക്കി. സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടയിലാണ് വൈസ് ചാൻസലറായി പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ചുമതലയേറ്റ KS അനിൽ രാവിലെ സിദ്ധാർത്ഥിന്റെ നെടുമങ്ങാടുള്ള വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. ഇനി സംശയത്തിന് അതീതമായിട്ടായിരിക്കും ആ ഓഫീസ് പ്രവർത്തിക്കുകയെന്നും അങ്ങനെ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതിനു വേണ്ടി VCയുടെ ഓഫീസിലെ മുഴുവൻ ആളുകളെ മാറ്റി പുതിയ വ്യക്തികളെ ആയിരിക്കും ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി VCയുടെ ഓഫീസിൽ നിയോഗിക്കുന്നതെന്നുമാണ് ഈ കുടുംബത്തെ സന്ദർശിച്ച ശേഷം KS അനിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും സർവകലാശാല തന്നെ വഹിക്കും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പൂർണ്ണമായ സഹകരണം ഉണ്ടായിരിക്കും. കുടുംബത്തിന്റെ എല്ലാ വേദനകളും കേട്ടറിഞ്ഞുവെന്നും KS അനിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കണ്ടു, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാം ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ അന്വേഷണം അതിൻ്റെ വഴിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ പാസ്സായിട്ടുണ്ടല്ലോ. കുടുംബത്തിന് കൺസേൺ ഇതിങ്ങനെ നേരത്തെ ഒരു പിള്ളേരുടെ പ്രശ്നം വന്നതിൻ്റെ ഒരു വിഷമം പറഞ്ഞു. എന്തായാലും എല്ലാം ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പരിധിയിൽ വന്നു കഴിഞ്ഞു. അപ്പം അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി ഞാൻ ഇനിയൊന്നും സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും വൈസ് ചാൻസലറിൻ്റെ സെക്രട്ടേറിയറ്റിൽ എല്ലാവരും മാറിയിട്ടുണ്ടാവും. എല്ലാവരും പുതിയ ആൾക്കാരാവും. അതേസമയം മുൻപ് വന്ന 2 VCമാരെ പോലെ ആയിരിക്കില്ല നിലവിൽ തന്റെ ഭവനത്തിൽ സന്ദർശനം നടത്തിയ KS അനിലിന്റെ ഭാഗത്ത് നിന്ന് വളരെ അനുഭാവപൂർണ്ണമായ ഒരു പെരുമാറ്റമാണ് ഉണ്ടായത്. ആ കുടുംബത്തിന്റെ ദുഃഖം അദ്ദേഹം മനസ്സിലാക്കിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നീതിപൂർവമായ ഒരു ഇടപെടൽ പ്രശ്നത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നായിരുന്നു സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശിന്റെ പ്രതികരണം. ഇതിനു മുമ്പും 2 VC വന്നിട്ട് പോയി എല്ലാം ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ശരിയാക്കിയല്ലോ. അപ്പോൾ അതുപോലെ എല്ലാ ഇദ്ദേഹം ഒന്നും എനിക്ക് കണ്ട സംസാരിച്ചപ്പോൾ മനസ്സിലായി. പറഞ്ഞാൽ വളരെ വിശദമായിട്ട് തന്നെ അദ്ദേഹം നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. മുമ്പ് വന്നുള്ളവർ അങ്ങനെയല്ല, വിശദമായിട്ട് കാര്യങ്ങളൊന്നും ചോദിച്ച് മനസ്സിലാക്കിയില്ല. അവർ വന്നിട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം ആയപ്പോഴേ രണ്ടാമത്തെ VC എല്ലാം ശരിയാക്കി എൻ്റെ കുടുംബത്തിനകത്ത് തന്നു. എല്ലാവരും അകത്ത് കയറ്റിയെടുത്തു. അപ്പോൾ ഇത് അതുപോലെയല്ല, അദ്ദേഹം നല്ലൊരു കാര്യവിവരം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വിവാദങ്ങൾ തുടരുന്നതിനിടയിൽ ഗവർണർ നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ കമ്മീഷന്റെ അംഗമായ ജസ്റ്റിസ് ഹൈക്കോടതി ജസ്റ്റിസ് A. ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആരംഭിക്കും. വൈകാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിട്ടയർഡ് DVSP VG കുഞ്ഞനായിരിക്കും അന്വേഷണത്തിൽ ഹൈക്കോടതി ജഡ്ജിയെ സഹായിക്കുക. എന്തായാലും CBIയുടെ അന്വേഷണം ഒരു വശത്ത്, ജുഡീഷ്യൽ അന്വേഷണത്തിന് സമാനമായ തരത്തിൽ അന്വേഷണ കമ്മീഷന്റെ പരിശോധനകളും അന്വേഷണവും മറുവശത്ത്. ഇതിനിടയിൽ പ്രശ്നങ്ങളോട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാകുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ആത്മഹത്യയാണെന്ന് സൂചന. കാർ അമിത വേഗത്തിൽ കണ്ടെയ്നർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റിയതാകാമെന്നാണ് നിഗമനം. അപകടത്തിൽ അധ്യാപികയായ അനുജ, സുഹൃത്ത് ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ ഫ്രണ്ട് ഡോർ 3-4 ട്രിപ്പ് ഓപ്പൺ ആവുകയും ആ വാഹനം കൺട്രോളല്ല, ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൺട്രോളിലല്ലായിരുന്നു വാഹനം. ശാരീരികമായിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാകാനുള്ള 100% സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതിൻ്റെ അകത്ത് കാല് ഒരു തവണ വെളിയിലേക്ക് വന്നു. അതായത് ഓടിക്കൊണ്ടിരുന്ന ഡോർ തുറന്ന് കാല് വെളിയിലേക്ക് വന്നതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സമാധാനപരമായിട്ട് കാറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളുടെ കാല് വെളിയിലേക്ക് വരില്ലല്ലോ. അപ്പോൾ അതിൽ ശാരീരികമായിട്ട് ഒരു ഉപദ്രവം അതിനകത്ത് നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ദൃക്സാക്ഷിയുടെ
പ്രതികരണമാണ് കേട്ടത്. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, ഇത് പൂർണ്ണമായും ആത്മഹത്യ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണോ എത്തുന്നത്, അതോ ഒരു ബലപ്രയോഗം കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ട്? കാർ ഓടിച്ച ആളുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലൊരു ബലപ്രയോഗം കൂടെ നടന്ന ശേഷമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിയത് എന്ന് കൂടിയാണോ? ഏത് തരത്തിലുള്ളൊരു സ്ഥിരീകരണമൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? അപർണ, ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമുക്ക് അടിപൊളി ഒരു സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ രാത്രി 12 മണിക്കാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത് ആദ്യം അറിയുന്നത്. അത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു എന്നാണ് ആദ്യം പുറത്തു വരുന്ന വാർത്ത. സ്വാഭാവികമായും പോലീസ് അടക്കം സ്ഥലത്ത് ചെല്ലുമ്പോൾ അത്തരത്തിലാണ് സംശയിച്ചിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ അപകടത്തിൽ മരണപ്പെട്ട അനുജയും ഒപ്പം ഈ ഹാഷിമും 2 പേരും തമ്മിലുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സ്വാഭാവികമായി ഇത് ആത്മഹത്യയാണെന്ന് എത്തുന്നത്. കാരണം അനുജ സ്കൂൾ അധ്യാപികയാണ്, ഹാഷിമും ഈ അനുജയുടെ സുഹൃത്താണ്. അപ്പോൾ 2 പേരും സുഹൃത്തുക്കളാണ്. ഒപ്പം ഈ അപകടവുമായി ബന്ധപ്പെട്ട് 2 പേരും സുഹൃത്തുക്കളാണെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അനുജ കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായി ഇന്നലെ തിരുവനന്തപുരത്ത് അധ്യാപകരുടെ കൂടെ, ഇവരുടെ സഹപ്രവർത്തകരായ അധ്യാപകരുടെ കൂടെ ടൂറിന് പോവുകയും ചെയ്തു. ഈ പോയതിനു ശേഷം തിരിച്ചു വരുന്ന സമയത്താണ് ഹാഷിം ഏനാത്ത് വെച്ച് അനുജയെ ബലപ്രയോഗത്തിലൂടെ കാറിൽ കയറ്റിക്കൊണ്ടുവന്നത്. അനുജ അപ്പോൾ ഈ സഹപ്രവർത്തക അധ്യാപകരോട് പറയുകയും ചെയ്തു, എനിക്ക് ബന്ധമുള്ള ആളാണ് എന്ന് പറഞ്ഞാണ് കാറിൽ കയറിപ്പോകുന്നത്. ആ കാറിൽ കയറിപ്പോകുന്ന സമയത്ത് തുടർന്ന് പോകുന്ന അമിത വേഗത്തിലാണ് കാർ ഓടിച്ചു പോകുന്നത്. ആ ഓടിച്ചു പോകുന്ന സമയത്താണ് ദൃക്സാക്ഷി കണ്ട ആളുകളുടെ മൊഴിയാണ് നമ്മളിപ്പോൾ കേട്ടത്. കാരണം ഈ വാഹനത്തിൽ വെച്ച് ബലപ്രയോഗം ഉണ്ടാകുന്നു. ഈ വാഹനം പിന്നീട് ഇടിച്ച് അമിത വേഗത്തിൽ പോയി എതിരെ വന്ന ഈ കണ്ടെയ്നർ ലോറിലേക്ക് ഇടിച്ച് കയറുകയാണ് ചെയ്തത്. കാരണം ഇതെല്ലാം നോക്കി കഴിയുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഇത് മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യുകയാണെന്നുള്ള ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത്. കാരണം സാധാരണ അപകടമല്ല എന്ന് പോലീസ് ഇത് കണ്ടതിന് ശേഷമാണ്, ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ അപകടമല്ല, ഇത് ആത്മഹത്യയാണെന്നറിയാം. കാരണം അനുജയും ഈ ഹാഷിമും 4 വർഷമായി സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ അടുത്ത ഇടപഴകുന്നവരാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ഒരു അപകടം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് വരുന്നത്. ആ തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് ഏത് തരത്തിൽ വിലയിരുത്തുന്നു? ഒരു മൽപ്പിടുത്തം നടന്നു എന്നുള്ളൊരു സൂചന വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാറിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ അനുജ ശ്രമിച്ചിരുന്നു എന്നുകൂടി അതിനകത്ത് അർത്ഥമാവുന്നുണ്ടോ? അതൊരു വശത്ത് നടക്കുകയും മറുവശത്ത് കാറിലേക്ക് ഇടിച്ചു കയറ്റാനുള്ള ഹാഷിമിന്റെ ശ്രമം വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ടോ പോലീസ്? സുഹൃത്ത് ബന്ധമുള്ളവരാണ് ഇവർ. മുൻകൂട്ടി തീരുമാനിച്ച പോലെ തന്നെ ഇവർ മരിക്കാൻ തീരുമാനിച്ചു എന്ന നിലയ്ക്ക് തന്നെ അനുജയും കൂട്ടി ഉണ്ടാക്കിയ അപകടം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്തകൾ. ശശി നാരായണൻ, ഞാൻ ചോദിച്ചത്, അതായത് ഈ മൽപ്പിടുത്തം നടന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും കാറിൽ നിന്ന് രക്ഷപ്പെടാൻ അനുജ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിൽ ഹാഷിം ഈ കാറ് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുന്നുണ്ടോ? ഇത് ഒരു രണ്ടുപേരും ഒരുമിച്ച് ഒരു ആത്മഹത്യ ഉദ്ദേശവുമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു സൂചനകൾ കൂടി വരുന്നുണ്ടോ ഇതിനകത്ത്? അപർണ, ചിലപ്പോൾ നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ ഈ അനുജ ഈ ആത്മഹത്യക്ക് താല്പര്യം കാണിച്ചില്ലായിരിക്കും. ഒരുപക്ഷെ ഇയാൾ ഇന്നലെ മദ്യപിച്ചിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാറിനകത്ത് മദ്യത്തിൻ്റെ ബോട്ടിലേക്ക് കണ്ടെത്തിയിരുന്നു. ഒരുപക്ഷെ അങ്ങനെ താല്പര്യം അനുജയ്ക്ക് ഉണ്ടായി കാണത്തില്ല. പക്ഷേ നിർബന്ധിച്ച് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് നയിച്ചായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അനുജ അതുകൊണ്ടാണ് കാറിനകത്ത് ബലപ്രയോഗം നടത്തിയത്. കാരണം ഫ്രണ്ടിലിരുന്ന അനുജ കാറിൻ്റെ ബാക്ക് സീറ്റിൽ, ആക്സിഡന്റിന് ശേഷം കാറിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ചാണ് പിന്നീട് കാണുന്നത്. കാരണം എത്തുന്ന ആളുകളാണ് ഇത് പറയുന്നത്. കാരണം ഫ്രണ്ടിലാണ് അനുജ ഈ അധ്യാപകരുടെ കൂട്ടത്തിൽ നിന്നും കാറിൽ കയറുമ്പം ഫ്രണ്ട് സീറ്റിലാണ് അനുജ കയറുന്നത്. പക്ഷേ ആക്സിഡന്റിന് ശേഷം അനുജ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. കാരണം അപകടത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഇടിയുടെ ആഘാതത്തിൽ അനുജ ബാക്ക് സീറ്റിലേക്ക് വന്നു. അതായത് ഈ അപകടത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നുള്ള ധാരണ ഒരു പക്ഷേ അനുജയ്ക്ക് ഉണ്ടായി കാണത്തില്ല. പക്ഷേ അത് പ്രേരിപ്പിച്ചായിരിക്കാം, ഹാഷിം പ്രേരിപ്പിച്ചായിരിക്കാം, അത്തരത്തിലായിരിക്കും ഉണ്ടായത്. അതുകൊണ്ടായിരിക്കും ഒരു ബലപ്രയോഗം സ്വാഭാവികമായും ഈ യാത്രയിൽ ഉണ്ടായത്. അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയ്ക്കാണ് സ്വാഭാവികമായും ഈ അപകടം ഉണ്ടാവാനും ഒരുപക്ഷെ അനുജയെ പ്രേരിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചതായിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അടിമുടി ഈ അപകടം ദുരൂഹത നിറഞ്ഞതാണ്. കാരണം ഇവർ തമ്മിൽ
സ്വാഭാവികമായും അടുത്ത പരിചയമുള്ളവർ, കഴിഞ്ഞ 4 വർഷമായി ഇവർ തമ്മിൽ പരിചയമുള്ളവരാണ്. ആ സൗഹൃദം അതിരുവിടുന്ന തരത്തിലേക്ക് മാറിക്കാണുമായിരിക്കാം. അത്തരം ചില ബന്ധങ്ങളാണ് ഇത്തരത്തിൽ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്നലെ വിനോദസഞ്ചാരത്തിന് തിരുവനന്തപുരത്ത് പോയതിനു ശേഷം തിരുവനന്തപുരത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവർ വാഹനത്തിൽ വാഹനം ഇതായത് ഏനാത്ത് വെച്ച് ഈ വാഹനം ഈ ഹാഷിം ഓടിച്ചു വന്ന കാർ ക്രോസ് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം ഈ വാഹനം തടസ്സപ്പെടുത്തിയാണ് ഈ അനുജയെ ഈ വാഹനത്തിൽ നിന്ന് ഹാഷിം കാറിൽ കയറ്റുന്നത്. അത് തന്നെ ഈ അധ്യാപകന്മാർക്ക്, ഈ കൂടെയുള്ള അധ്യാപക സുഹൃത്തുക്കൾക്ക് തന്നെ ഒരു സംശയമുണ്ടായി. അവർ വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു. അവിടുന്ന് പെട്ടെന്ന് ഈ വാഹനം എടുത്തു പോകുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ കണ്ടെയ്നർ ലോറിയുമായി ഇടിച്ച് അപകടമുണ്ടായത്. കാരണം കണ്ടെയ്നർ ലോറി ഒഴിച്ചു, ഈ വാഹനം വരുന്ന കണ്ട് സ്പീഡിൽ വരുന്ന കണ്ട് കണ്ടെയ്നർ ലോറി പരമാവധി ഒഴിച്ചെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ്. ഒഴിച്ചു മാറ്റിയിട്ടും ആ വാഹനത്തിലേക്ക് ഇവർ ഇടിച്ചു കയറ്റുകയായിരുന്നു. അതായത് ആത്മഹത്യ ചെയ്യാനുള്ള താല്പര്യത്തിൽ തന്നെ വാഹനം ഓടിച്ചു കയറി എന്നുള്ളതാണ് നമുക്ക് അവിടുന്ന് ഈ പോലീസ് പറയുന്നത്. ശശിനാരായണൻ വിവരങ്ങൾ നൽകിയത്. ഏതായാലും പത്തനംതിട്ടയിലെ അപകടം കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നിഗമനങ്ങളിലേക്കാണ് കടക്കുന്നത്. അപകടം നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയിലേക്ക് കൂടി. നമ്മളൊരു വേറെ ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്ന വഴിക്കാണ് ഇത് കാണുന്നത്. നമ്മളിത് കണ്ടപ്പോൾ കണ്ടെയ്നർ സൈഡ് ഒഴിച്ചതാണ്, എന്നിട്ട് കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റിയത്. പറഞ്ഞാൽ ഈ സ്ഥിതിയുടെ ആഘാതത്തിന് ഈ ഫ്രണ്ടിലിരുന്ന കുട്ടി ബാക്കിലാണ്, ഈ ടീച്ചർ ബാക്കിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്, അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടൂർ ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് കൂടുതലുള്ള അധ്യാപകർ പറഞ്ഞത് ഇതുപോലെ അവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് വണ്ടി വിളിച്ചിറക്കുകയായിരുന്നു. ആദ്യം പറഞ്ഞ് ഇവരുടെ പക്ഷത്തിൻ്റെ മോനാണെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് പൊക്കി കഴിഞ്ഞാൽ അവർ ഒരു ടീച്ചറിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. വന്ന ടീച്ചർമാർ അവിടെ വെച്ച് തന്നെ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പറഞ്ഞായിരുന്നു. അവർ പോലീസിലും അറിയിച്ചിരുന്നല്ലേ? അവർ പോലീസിൽ അറിയിച്ചിരുന്നു. പത്തനംതിട്ട അപകടം കൂടുതൽ ദുരൂഹതയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുവെന്ന് ശശിനാരായണനിലേക്ക് വീണ്ടും. ശശി, ഇപ്പോൾ പോലീസ് അന്വേഷണം അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു, ഏത് സ്ഥിരീകരണങ്ങളിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? പറഞ്ഞാൽ പോലീസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആത്മഹത്യയാണെന്ന നിലയ്ക്ക് തന്നെ, കാരണം ഇവർ പ്ലാൻ ചെയ്ത്, അതായത് ഹാഷിമാണ് ഇത് പ്ലാൻ ചെയ്ത് എന്ന നിലയ്ക്കാണ് പോലീസ് മനസ്സിലാക്കുക. കാരണം അനുജയ്ക്ക് ഇക്കാര്യത്തിൽ അത്തരത്തിലൊരു കാര്യം ഉണ്ടാവാൻ സാധിക്കും. കാരണം പിടിവലിയൊക്കെ നടന്നിരിക്കുന്നു. കാരണം ഈ യാത്രയിൽ ഇവർ തമ്മിൽ സഞ്ചരിക്കുമ്പോൾ ഇവർ തമ്മിൽ പിടിവലി ഉണ്ടായതായി ദൃക്സാക്ഷി കണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരുപക്ഷെ അനുജയ്ക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ലായിരിക്കാം എന്നൊക്കെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ എന്തായാലും ഈ രണ്ടുപേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ അനുജ ഇതിനിടയ്ക്ക് അധ്യാപകരോട് തന്നെ പറഞ്ഞിരുന്നു താൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ കൃത്യമായി ഈ രണ്ടുപേരും ആസൂത്രണം ചെയ്ത് തന്നെയാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എതിരെ വന്ന വാഹനം കാർ ഓടിച്ച് ഡയറക്റ്റായിട്ട് ഓടിച്ച് കയറ്റുമായിരുന്നു. കാരണം ആ വാഹനം ഒഴിച്ചു മാറ്റിയിട്ട് പോലും അങ്ങോട്ട് നേരിട്ട് പോയി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളും പറയുന്നത്. എന്തായാലും രണ്ടുപേരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും മരിച്ചിരിക്കുന്നു. തൽക്ഷണം രണ്ടുപേരും സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട്. ഈ പല തരത്തിലുള്ള സംശയങ്ങൾ ഇപ്പോഴും ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ട്. പോലീസിനും അത്തരത്തിൽ നിഗമനത്തിലെത്താൻ കഴിയുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അത്തരത്തിലാണ് കാരണം രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അത് പ്ലാൻ ചെയ്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് കുറിച്ച് കൃത്യമായി അറിയില്ല. പക്ഷേ ഹാഷിമിന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഹാഷിം പ്ലാൻ ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഈ അനുജ അടക്കം കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയായിരിക്കും എന്നുള്ള കാര്യം കൂടി നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും ഇന്നലെ ഈ അപകടവുമായി ബന്ധപ്പെട്ട് 2 ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് രണ്ടും നമുക്ക് സങ്കടകരമായ കാര്യമാണ്. എന്തായാലും വളരെ ഇന്നലെ രാത്രി ഉണ്ടായ വാർത്തയ്ക്ക് ശേഷം നമുക്കൊരു ഇത്തരം കാര്യങ്ങളിൽ ഈ രണ്ടുപേരും സൗഹൃദ ബന്ധങ്ങൾ അതിരുവിട്ട് പോകുന്നതിൻ്റെ ചില കാര്യങ്ങൾ കൂടി നമുക്കിത് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും സുഹൃത്താണെന്നാണ് അനുജ പറഞ്ഞത്. അതനുസരിച്ചാണ് അധ്യാപകരും ഈ വാഹനത്തിൽ തിരിച്ചു വരുമ്പം ഈ വാഹനത്തിൽ കയറ്റി തിരിച്ച് കാറിൽ കയറ്റി പോകുമ്പോഴൊക്കെ അവരും അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. എന്തായാലും രണ്ടുപേരും മരിച്ചിരിക്കുന്നത് അടൂരാണ്. താലൂക്ക് ആശുപത്രിയിൽ രണ്ടുപേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾ വിട്ടുകൊടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്.
ശശിനാരായണൻ വിവരങ്ങൾ നൽകി. മറ്റൊരു വാർത്ത. കോഴിക്കോട് പേരമ്പ്ര അനു വധക്കേസിൽ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ റൌഫീനയും അറസ്റ്റിൽ. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് അറസ്റ്റ്. മോഷണ സ്വർണം വിറ്റ് 1,43,000 രൂപ റൌഫീനയ്ക്ക് മുജീബ് നൽകിയിരുന്നു. ഈ പണം ഉപയോഗിച്ച് വാഹനം വാങ്ങാനും ഇരുവരും ശ്രമിച്ചു. പോലീസ് എത്തുമെന്ന് അറിഞ്ഞതോടെ റൌഫീന പണം കൂട്ടുകാരിക്ക് കൈമാറി. ഈ പണം പോലീസ് പിന്നീട് കണ്ടെടുത്തു. കൃത്യം നടത്തിയതിനെക്കുറിച്ച് റൌഫീനയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നും പോലീസ് പറഞ്ഞു. കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിന്റെ പ്രതി നിതീഷിനെതിരെ ഒരു ബലാത്സംഗ കേസ് കൂടി ചുമത്തി. സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനാണ് കേസ്. ചൊവ്വാദോഷം മാറാനാണെന്ന പേരിൽ പ്രതീകാത്മക വിവാഹം കഴിച്ചായിരുന്നു പീഡനം. പ്രിൻസ് ജെയിംസ് ചേരുന്നു വിവരങ്ങളുമായി. പ്രിൻസ്, വീണ്ടും കൂടുതൽ കേസുകളിലേക്ക് കടക്കുന്നു കട്ടപ്പന കൊലപാതകങ്ങൾ. പുതിയ കേസിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അപർണ, ഏറെ ദുരൂഹതകൾ നിറഞ്ഞതാണ് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസ്. നിലവിൽ നിതീഷിന്റെ സുഹൃത്തിന്റെ സഹോദരി കേസുണ്ട്, പരാതിയുണ്ട്. ഇവരെ കുടുംബാംഗങ്ങൾക്ക് അപകടം വരുമെന്ന് വിശ്വസിച്ച് പീഡിപ്പിക്കുകയായിരുന്നെന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒപ്പം ഇവർക്ക് വിവാഹം നടക്കാത്തത് കാരണം ചൊവ്വാദോഷമുണ്ടെന്നും അത് മാറുന്നതിനായി പ്രതീകാത്മകമായ വിവാഹം നടത്തണമെന്നും ഇയാൾ ധരിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ പ്രതീകാത്മക വിവാഹം നടത്തുകയും ചെയ്തു. അത്തരത്തിൽ പീഡനം നടന്നു. സുഹൃത്തിന്റെ അമ്മയെ ഗന്ധർവൻ ചെയ്യുന്നതെന്ന് വിശ്വസിപ്പിച്ചും പീഡിപ്പിച്ചിരുന്നു. ഇത് സംബന്ധിച്ചും പരാതിയുണ്ട്. എന്തായാലും ഇയാൾ ഒരു കുരുതിയാണ് ലക്ഷ്യം വെച്ചിരുന്ന എന്ന തരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതായത് വിജയന്റെ ഭാര്യയെ നിതീഷ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായാണ് വിവരം പോലീസിലെ കുടുംബാംഗങ്ങൾ നൽകുന്ന മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏപ്രിൽ 15 വിജയന്റെ ഭാര്യയുടെ ആയുസ് തീരുമെന്ന് നിതീഷ് ഇവരെ വിശ്വസിക്കുന്നതായാണ് പോലീസിന്റെ കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിരിക്കുന്നത്. അത്തരത്തിലാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഇതിൽ പ്രകാരം ഇത് വിശ്വസിച്ച ഈ കുടുംബാംഗങ്ങൾ വിജയന്റെ ഭാര്യയെ ഒരു മുറിക്കുള്ളിലാക്കുകയായിരുന്നു. തുടർന്ന് 2 നേരം മാത്രം ഗോതമ്പ് ദോശയും ഒരു തവി കഞ്ഞിയും മാത്രം കൊടുത്താണ് ഇവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് അടക്കമുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുടുംബത്തിലെ മുഴുവൻ ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു നിതീഷ് ലക്ഷ്യമിടുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ കൊല്ലപ്പെട്ട വിജയൻ ഈ വിജയനെയും കരുതിക്കുട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതായത് മുൻപ് നിതീഷിനെ അകമഴിഞ്ഞ് വിശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് തന്റെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടതായി ഇയാൾ കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുൻപ് മകളോട് പറഞ്ഞിരുന്നതായും കുടുംബാംഗങ്ങൾ പോലീസിന് മൊഴി നൽകിയതായാണ് സൂചന. അങ്ങനെ ഇത്തരത്തിലൊരു സംശയം ഇയാൾ ഉടലെടുത്തതോടെയാണ് ഈ വിജയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിതീഷിനെ നിർവചിച്ചതെന്ന്. നിതീഷ് ഈ വിജയനെ കൊലപ്പെടുത്താൻ ഇടയാക്കിയതിനുള്ള കാരണവും ഇങ്ങനെ മകളുമായിട്ട് ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായതാണ് കാരണമെന്ന് പോലീസ് കരുതുന്നു. എന്തായാലും കുടുംബാംഗങ്ങളെ മുഴുവൻ കൊലപ്പെടുത്താൻ ഉന്മൂലനം ചെയ്യാനാണ് ഇയാൾ പദ്ധതിക്കുന്നതാണ് സൂചന ലഭിക്കുന്നത്. മുൻപ് വിജയന്റെ കുടുംബം കട്ടപ്പനയിലെ വീട് വിറ്റ് കിട്ടിയ പണം എവിടെയൊന്നും പോലീസ് കണ്ടെത്താനായിട്ടില്ല. അതായത് പൂജയിലൂടെ പണം അപ്രത്യക്ഷമായി എന്നാണ് കുടുംബാംഗങ്ങൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ പണം അടക്കമുള്ള കാര്യങ്ങൾക്ക് ദുരൂഹതകളുണ്ട്. എന്തായാലും ആഭിചാര ക്രിയകളും ദുർമന്ത്രവാദവും മൂലം ഈ കുടുംബാംഗങ്ങളെ മുഴുവനും അടിമയാക്കിക്കൊണ്ടായിരുന്നു നിതീഷിന്റെ പ്രവൃത്തികൾ. നിതീഷ് എന്തു പറഞ്ഞാലും ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ചും വിജയന്റെ മകൻ വിഷ്ണു നിതീഷ് പറയുന്നതനുസരിച്ച് മോഷണമൊക്കെ നടത്തിയിരുന്നു. പ്രധാനമായും ആക്രി സാധനങ്ങളൊക്കെയാണ് ഇയാൾ മോഷ്ടിച്ചിരുന്നത്. അതെല്ലാം നിതീഷിന്റെ മേൽനോട്ടത്തിലായിരുന്നു നടത്തിയിരുന്നത്. നിതീഷ് പൂർണ്ണമായും വിശ്വസിച്ചതാണ് ഈ കുടുംബത്തിലുള്ള ഓരോ ദുരന്തങ്ങളും ഉണ്ടാകാനുള്ള കാരണം. 2016 നവജാത ശിശുവിനെ കൊലപ്പെടുത്തുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിജയനെ കൊലപ്പെടുത്തുന്നു. തുടർന്ന് വിജയന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ ഒരു പദ്ധതി ഒരുക്കുന്നു. എന്തായാലും ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ മോഷണ കേസിൽ ഇയാൾ അറസ്റ്റിലാകുകയും നിതീഷും വിഷ്ണുവും അറസ്റ്റിലാകുകയും ആയിരുന്നു. എന്തായാലും ഈ സംഭവങ്ങളിലെല്ലാം നിതീഷ് കൃത്യമായ ഒരു പദ്ധതി ഒരുക്കിയിരുന്നു. കുടുംബത്തെ മുഴുവനായും ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു ഇയാൾ ലക്ഷ്യമിച്ചിരുന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പ്രിൻസ് ജെയിംസ് വിവരങ്ങൾ നൽകി. ഇടുക്കിയിൽ വീണ്ടും വന്യജീവികളുടെ ആക്രമണം. ചിന്നക്കനാൽ 301 കോളനിക്ക് സമീപം ചക്കക്കൊമ്പൻ ഷെഡ് തകർത്തു. സമീപവാസികൾ ശബ്ദമുണ്ടാക്കി കാട്ടാനയെ തുരത്തുകയായിരുന്നു. ഇടുക്കി ഇരുമ്പ് പാലം പടിക്കപ്പിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്തുറമിറങ്ങി. വാഹനയാത്രക്കാരാണ് റോഡിൽ കാട്ടുപോത്തിനെ കണ്ടത്. ഇത് വണ്ടി ഇപ്പൊ തന്നെ മിണ്ടായിരുന്ന ഇതിൽ കയറി പോട്ടെ.
ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടക്കുന്നു. മലയാറ്റൂരിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. യേശുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് കുരിശുമരണം. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ കുരിശിന്റെ വഴിയിലെ യാത്ര നടത്തി വിശ്വാസികൾ. ദേവാലയങ്ങളിൽ രാവിലെ തന്നെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. വിവിധ പള്ളികളിൽ കുരിശിന്റെ വഴിയിലൂടെയുള്ള അനുസ്മരണമായ പരിഹാര പ്രദക്ഷിണവും നാട് കാണിക്കലും നടത്തി. എറണാകുളം മലയാറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ ഭക്തർ പുലർച്ചെ തന്നെ മലകയറി തുടങ്ങി. കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെടുന്നത്. വിശ്വാസത്തിന്റെ ഊന്നുവടികളേന്തി പീഡാനുഭവ സ്മരണ പുതുക്കി പതിനായിരങ്ങളാണ് മലയാറ്റൂർ മല കയറിയത്. പുതുപ്പള്ളി നിലയ്ക്കൽ ഓർത്തഡോക്സ് പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനിയോസ് മാർ ദിയോകോറസ് മെത്രോപൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും നേതൃത്വം നൽകി. ഉരുക്കു നഗരത്തിൽ കരുത്തുകാട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. വിജയവഴിയിൽ മടങ്ങിയെത്തുമോ കേരളത്തിന്റെ കൊമ്പന്മാർ? കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC മത്സരം നാളെ വൈകിട്ട് 6:30 മുതൽ. കേരള സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. പണം നൽകുന്നതിൽ ഒരു കാലതാമസവും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. കേരളത്തിന് 2021 ശേഷം പലിശരഹിത വായ്പയായി 2224 കോടി രൂപ ലഭിച്ചു. UPA സർക്കാരിന്റെ കാലത്ത് കേരളത്തിന് 46,303 കോടി നികുതി വിഹിതം ലഭിച്ചപ്പോൾ മോദി സർക്കാർ 1,55,644 കോടി രൂപ നൽകി. രാജ്യത്ത് വന്ന 547 സ്വകാര്യ സംരംഭങ്ങളിൽ 12 പദ്ധതികൾ മാത്രമേ കേരളത്തിൽ വന്നുള്ളൂ. 2017-2018 തൊഴിലില്ലായ്മ നിരക്ക് ഇന്ത്യയിൽ 6.5% കേരളത്തിൽ അത് 11.4%. 2018-19 ദേശീയ ശരാശരി 5.8 ആയപ്പോൾ കേരളത്തിൽ അത് 9%. 2021-22 തൊഴിലില്ലായ്മയുടെ ദേശീയ ശരാശരി 4% കേരളത്തിൽ 9.2%. കണക്കുകൾ നിരത്തിയാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയെ കേന്ദ്രമന്ത്രി വിശദീകരിച്ചത്. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. പിണറായിയുടെ അഴിമതിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധ്യമുണ്ടാവുക എളമരം കരിമിനാകുമെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ്. പിണറായിയുടെ മകനും മകളും മരുമകനും ചേർന്ന് അഴിമതിയിലൂടെ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം വെളിപ്പെടും. അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുമെന്നും MT രമേശ് ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജസ്വലമായി മുന്നോട്ട് നീങ്ങുന്നു. പത്രികാ സമർപ്പണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ കടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്കൊപ്പം കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി ശ്രീ MT രമേശ് ഉണ്ട്. എങ്ങനെ പോകുന്നു? പത്രികാ സമർപ്പണത്തിലേക്ക് നീങ്ങുന്നു. വളരെ ദീർഘ ദിവസങ്ങൾ ഇപ്പോൾ ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയത്തിന് ലഭിച്ചു അല്ലേ? അത് തെരഞ്ഞെടുപ്പിന്റെ നേരിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ 3-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഇപ്പോൾ 2 വട്ടം പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ ഭാഗത്തും കവർ ചെയ്തു. ഇനി 3-ാം ഘട്ട പര്യടനം ആരംഭിക്കുകയാണ്. ഇപ്പം ചെയ്യുന്നത് നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ടൗണുകളിലും കവലകളിലും ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പം നടക്കുന്നത്. അത് ജനങ്ങളെ നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. സാധാരണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ്, എല്ലാ വീടുകളും കയറാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ടൗണുകളിൽ ഇറങ്ങി ആളുകളെ മുഴുവൻ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവം, ജനങ്ങളുടെ മനസ്സിൽ നരേന്ദ്രമോദിയോടുള്ള താല്പര്യം അവർ പരസ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെയൊന്നും അങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാറില്ല. ഇപ്രാവശ്യം ചോദിക്കുന്ന എല്ലാവരും ഞങ്ങൾ നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമാണ്.
ആ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി കോഴിക്കോട്ട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഈ പ്രചരണത്തിന്റെ 2 ഘട്ടം പൂർത്തിയാക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ട്. ഈ മലബാറിൽ 4 ഇടങ്ങളിൽ റാലി, ഒപ്പം തിരുവനന്തപുരത്ത് ബഹുജന റാലി, തെക്കൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് റാലി, അതിനുശേഷം മണ്ഡലങ്ങളിലെല്ലാം നിയോജകമണ്ഡലങ്ങളിലെല്ലാം നൈറ്റ് മാർച്ചുകൾ, പ്രചാരണ പരിപാടികൾ തന്നെ ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മാറ്റി കഴിഞ്ഞിരിക്കുന്നു 2 മുന്നണികളും. എന്ത് ഓളമാണ് സൃഷ്ടിക്കുക? വലിയ പങ്കാളിത്തം ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓരോ ഓളവും ഉണ്ടാക്കില്ല. അവർക്കത് വലിയ തിരിച്ചടിയാവുകയാണ്. കാരണം പൗരത്വ നിയമത്തിന്റെ പേരിൽ എന്താണ് അവർ പറയുന്നത്? മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല. മുഖ്യമന്ത്രിയെ തിരുത്തിയത് CPM-ന്റെ സെക്രട്ടറിയാണ്. CPM-ന്റെ സെക്രട്ടറി സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഇത് കേന്ദ്ര നിയമമാണ്, കേരളത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല, നടപ്പാക്കാതിരിക്കാനൊന്നും കേരളത്തിന് സാധിക്കില്ല. അതൊരു വസ്തുതയാണ്, അതാണ് സത്യം. കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നെങ്ങനെ പറയുക? കേരളം പ്രത്യേക രാജ്യമൊന്നുമില്ല. പിന്നെ കേരളം ഇത് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പ്രസക്തിയില്ല. കാരണം കേരളത്തിൽ ആരും പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല. ആകെ രാജ്യത്ത് പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചത് ഒരു 10,000-ന് താഴെയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CPM-നോടും കോൺഗ്രസിനോടും ഡയറക്റ്റ് ചോദിക്കുന്നത്. ഇതിലൊരു 5,000 ഹിന്ദുക്കളും ഒരു 2,000-ഓളം ക്രിസ്ത്യാനികളുമുണ്ട്. ബാക്കി പാർസികളും ബൗദ്ധരും ജൈനരുമായിട്ട് കുറച്ച് പേര്. ഇവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കുന്നതാണോ CPM-ന്റെ പ്രശ്നം, കോൺഗ്രസിന്റെയും പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അത് പറയണം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിലും ഇവിടേക്ക് വന്നിട്ടുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്നവർ ഓപ്പണായിട്ട് പറയട്ടെ. അത് ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ, അതിന്റെ കാരണം ഡിബേറ്റ് ചെയ്യപ്പെടട്ടെ. അല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുള്ളൂ. ഇതുകൊണ്ട് ഇന്ത്യയിലെ ഏത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ നിയമം കൊണ്ട് പൗരത്വം നിഷേധിക്കപ്പെടുന്നത്. ആ നിയമം വായിച്ചിട്ടുള്ള ഏതൊരാൾക്കും അറിയുന്നൊരു കാര്യം CPM-നും കോൺഗ്രസിനും അറിയാം. കാരണം ഈ നിയമം നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന നിയമം, രാജ്യത്തിലെ ഒരു പൗരനെയും ബാധിക്കുന്ന നിയമമല്ല. ഈ നിയമം ആകെയുള്ളത് 3 രാജ്യങ്ങളിൽ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഈ 3 രാജ്യങ്ങളിൽ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവിടെ പ്രോസിക്യൂഷന് വിധേയമാകുന്ന, മതവിവേചനത്തിനും മതപീഡനത്തിനും വിധേയമാകുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി വന്നിട്ടുണ്ട്. അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് നേരത്തെ തന്നെ കേന്ദ്ര പാർലമെന്റിൽ BJP ഗവൺമെന്റ് അല്ലാത്ത സമയത്ത് UPA ഗവൺമെന്റ് സമയത്ത് തന്നെ സ്വകാര്യ ബില്ല് വന്നിട്ടുള്ളതാണ്, ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് നിയമം ഉണ്ടാക്കിയത്. CPM-ഉം കോൺഗ്രസും പറയട്ടെ, ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയിലെ ആർക്കാണ് പൗരത്വം നിഷേധിക്കപ്പെടുന്നത്? ഇത് പറയണമല്ലോ. ഇത് പറയാതെ വെറുതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണം നടത്തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്, ഇത് CPM-നും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകാൻ വേണ്ടി പോവുകയാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം തിരിച്ചറിയും. കാരണം അവരെ വഞ്ചിക്കുകയാണ് ഇവർ, അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ പ്രകോപിതരാക്കി, അവരെ തെളിവിറക്കി, അവരെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ബോധ്യമാകും. കാരണം പൗരത്വ നിയമ ഭേദഗതി അനുസരിച്ചുള്ള പുതിയ പൗരത്വത്തിന്റെ അപേക്ഷാ ഫോം സ്വീകരിക്കുന്ന നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു, ആളുകൾ അപേക്ഷിക്കുന്നു, ആളുകൾക്ക് പൗരത്വം കിട്ടാൻ വേണ്ടി പോകുന്നു. ആ പ്രോസസ്സ് മുമ്പോട്ട് പോകുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കൾക്ക് മനസ്സിലാകും ഇത് ഞങ്ങളെ ആരെയും ബാധിക്കുന്നല്ല, ഞങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് അവർക്ക് ബോധ്യമാകും. അതുകൊണ്ട് CPM-നും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ്. BJP പറഞ്ഞതാണ് ശരി എന്ന് മുസ്ലിം സമൂഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവർക്ക് തിരിച്ചറിവുണ്ടാകും. അതിന്റെ തിരിച്ചടി ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് CPM-നും കോൺഗ്രസിനുമാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ എളമരം കരീം പറയുന്നത് BJP-യുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ഷിബു സോറനെ അറസ്റ്റ് ചെയ്തു, അരവിന്ദ് കെജ്രിവാളിനെ ചെയ്തു. അടുത്ത ലക്ഷ്യം പിണറായി വിജയനാണോ? പേടി കൊണ്ടാണ്. അടുത്ത ലക്ഷ്യം പിണറായി വിജയനാണ് എന്ന് എളമരം കരീമിന് സംശയമുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് എളമരം കരീമിന് ബോധ്യമുള്ളതുകൊണ്ടാണ്. കാരണം അവരൊക്കെ ചങ്ങായികളാണല്ലോ. പിണറായി വിജയന്റെ അഴിമതിയെക്കുറിച്ച് ഏറ്റവും നല്ല ബോധ്യമുണ്ടാവുക എളമരം കരീമാണ്. കാരണം അവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും പണ്ട് മുതലേ ചെയ്തിട്ടുള്ളത്. എന്താണ് എളമരം കരീം പറഞ്ഞത്? ED BJP-യുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു കോഴിക്കോട്ട് LDF സ്ഥാനാർത്ഥിയായ എളമരം കരീം വ്യക്തമാക്കിയത്. കേരളത്തിൽ EDക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും നേരത്തെ എളമരം കരീം ന്യൂസ് 8-നോട് പ്രതികരിച്ചിരുന്നു. പര്യടന പരിപാടികൾ കഴിഞ്ഞു, നോമിനേഷനിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ ഓരോ ദിവസം കഴിയുന്നത്? കണ്ടില്ലേ, രാവിലെ തന്നെ ജനക്കൂട്ടം നഗരത്തിലാണിത്. നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ സ്വാഭാവികമാണ്. ഞാൻ ഒരു 10-ലേറെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിൽ ഭാഗമാക്കാണ് ഈ നഗരത്തിൽ. എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമാണ്. തോട്ടത്തിൽ രവി പറയായിരുന്നു, അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് കോർപ്പറേഷൻ മേയർ, ഈ നാട്ടിലെ എല്ലാ പ്രവർത്തനത്തിനും പങ്കാളിയാണ്. ഇങ്ങനെ ഒരു ആവേശകരമായ ജനക്കൂട്ടത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരു മാറ്റത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു, ഇടതുപക്ഷത്തെ അവർ വിശ്വസിക്കുന്നു. ആ വൈകാരികതയാണ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. ഈ നോമ്പുകാലമാണ്, ദുഃഖവെള്ളിയാണ്, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എന്നിട്ടും ജനങ്ങൾ വന്ന് സ്വീകരിക്കുന്നു, സ്ഥാനാർത്ഥിയോട് വളരെ അടുപ്പം കാണിക്കുന്നു.
ഇടതുപക്ഷം ജയിക്കണമെന്ന വികാരം അവർ ഉയർത്തിക്കൊണ്ടുവരും. രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്. നേരത്തെ SFIO ആണെങ്കിൽ ഇപ്പോൾ ED തന്നെ നേരിട്ട് കളത്തിലിറങ്ങുകയാണ്. ഈ EDയുടെ വരവിനെ ഒരു രാഷ്ട്രീയമായി നിങ്ങൾ കാണുന്നുണ്ടോ? ED എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് എന്തടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തിനെതിരായ പരാതിയിൽ പിടികൂടിയ ഒരു കമ്പനിയുടെ ഡയറക്ടർ മാപ്പ് സാക്ഷിയാക്കിയിട്ട് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം, ആ മാപ്പ് സാക്ഷി പറഞ്ഞതാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ആർഗ്യുമെന്റ്. ഇതെന്തൊരു തോന്നിവാസം! ഇതുപോലെ തന്നെയാണ് ഹേമന്ത് സോറനെ പിടിച്ചത് ജാർഖണ്ഡ്. ഒരു അഴിമതിയും ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ജയിലിലിട്ടിരിക്കുക. ഈ BJP ആഗ്രഹിക്കുന്ന വിധത്തിൽ വർഗീയവൽക്കരണം കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്നവർക്ക് ബോധ്യമായപ്പോൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയാണ്. കേരളത്തിലൊന്നും പിന്നെ നടക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്ത, ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അല്ല, ഇപ്പോൾ ഈ പുതിയ കേസ് വഴി വരാനൊരു ശ്രമം നടത്തുന്നുണ്ട്. കേരള മുഖ്യമന്ത്രി തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അത് പലരുടെ ആഗ്രഹമാണ്, അതൊന്നും ഇവിടെ നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. ഇല്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അനങ്ങാൻ പറ്റില്ല. ഒപ്പം ഈ കോൺഗ്രസ് ഇപ്പോൾ പരിഹസിക്കുന്നത് ഈ LDF മത്സരിക്കുന്ന അല്ലെങ്കിൽ CPM മത്സരിക്കുന്നത് ഈ ചിഹ്നം രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. ഈനാമ്പേച്ചിയും അരപ്പട്ടിയും നീരാളിയും ഒന്നും വരാൻ വേണ്ടിയല്ല, പക്ഷെ ഞങ്ങൾ മത്സരിക്കുന്നത് ഇന്ത്യ ഭരിക്കാനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. കോൺഗ്രസിന്റെ ദയനീയമായ അവസ്ഥ കാണുന്ന ഒരാൾക്കും അവരുടെ ഈ അവകാശവാദം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഭരണമുണ്ടായിരുന്ന, നേരത്തെ ഭരിച്ചിരുന്ന മധ്യപ്രദേശും രാജസ്ഥാനും അവർ നഷ്ടപ്പെടുത്തി. ഹിമാചൽ പ്രദേശിലെ 8 MLA-മാർ ഉത്തരാഖണ്ഡിൽ BJPയുടെ കസ്റ്റഡിയിലാണ്. എന്നാണ് ആ ഗവൺമെന്റ് പൊളിഞ്ഞു വീഴുകയെന്നറിയില്ല. അവർക്ക് ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് സ്വാധീനമുള്ളത്? അവർക്ക് നിലവിലുള്ള അവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് സംശയമാണ്. ഇടതുപക്ഷ പ്രാദേശിക മതേതര പാർട്ടികൾ ചേർന്ന ഒരു കൂട്ടുകെട്ടായിരിക്കും പാർലമെന്റിൽ ഡോമിനേറ്റ് ചെയ്യുക. ആ കൂട്ടത്തിൽ കോൺഗ്രസും ഉണ്ടാവും. ഞങ്ങൾ കോൺഗ്രസുമായി ചില സംസ്ഥാനങ്ങളിൽ ധാരണയുണ്ടാക്കുന്നുണ്ട്. BJP ഇതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്. എന്നാൽ BJPക്കെതിരായി ഫൈറ്റ് ചെയ്യേണ്ട രാഹുൽ ഗാന്ധി ഇവിടെ LDFനെതിരായി മത്സരിക്കാനാണ് വന്നിരിക്കുന്നത്. രാഷ്ട്രീയ പാപ്പരത്വം എന്ന് പറഞ്ഞാൽ അതാണ്. അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലോ ബീഹാറിലോ മുഖാമുഖം BJPയോട് ഏറ്റുമുട്ടണം. ഇവിടെ എന്ത് BJP ഉള്ളത്? ഇവിടെ LDFും UDFും മത്സരിച്ചാലും BJP ജയിക്കില്ല. ഇതാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതനിരപേക്ഷത വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല. എന്താണ് നോമിനേഷൻ? 3-ാം തീയതി. എന്തായാലും 3-ാം തീയതി അദ്ദേഹം നോമിനേഷൻ നൽകും. UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ബാലുശ്ശേരി മേഖലയിലാണ് പര്യടനം നടത്തുന്നത്. അദ്ദേഹം നാളെ പത്രിക സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഇളമരം കരീം മുന്നോട്ട് വയ്ക്കുന്നത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഒരു MP ഉണ്ടായിട്ടുള്ളൂ. അത് ആന്റോ ആന്റണിയാണ്. ഇത്തവണ മണ്ഡലം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ LDF കളത്തിലിറക്കിയപ്പോൾ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കായി പ്രചാരണത്തിലെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. തിളച്ചുമറിയുന്ന പത്തനംതിട്ട മണ്ഡലത്തിലൂടെ രഞ്ജിത് രാമചന്ദ്രനും കിരൺ ബാബു. പത്തനംതിട്ടയിൽ വലിയ പോരാട്ട ചൂടാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഇവിടെ BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രനായിരുന്നു. 2,97,000 വോട്ട് വാങ്ങിയ ഒരു മണ്ഡലമാണ്. അവിടെയാണ് BJPയുടെ സാന്നിധ്യം മണ്ഡലത്തിൽ അറിഞ്ഞു തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ശബരിമലയുടെ സ്വാധീനമൊക്കെ വലിയ ഘടകമായിരുന്നു അന്ന്. ഇത്തവണ തോമസ് ഐസക്കിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു LDF നേതാവ്, CPM നേതാവ് ഇവിടെ മത്സരത്തിലെത്തുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായി ഈ മണ്ഡലത്തിലെ ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണ്. നേരത്തെയൊക്കെ പത്തനംതിട്ട ഏതാണ്ട് CPM വലിയ താല്പര്യം കാണിക്കാത്ത ഒരു മണ്ഡലമായിരുന്നു. അതനുസരിച്ച് കോൺഗ്രസ് വിട്ടുവന്ന വിമതരെയോ അങ്ങനെയുള്ള അത്ര പ്രാധാന്യമില്ലാത്ത സ്ഥാനാർത്ഥികളൊക്കെ അവതരിപ്പിച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ ഇത്തവണ അവർ പോരാട്ടം കഴിപ്പിക്കുന്നത് ഐസക്കിനെ ഇറക്കി തന്നെയാണ്. കാരണം നമുക്കറിയാം ഓരോ മണ്ഡലത്തിലെ പോരാട്ടവും CPM നിർണായകമായി തന്നെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. AK ബാലന്റെയൊക്കെ പരാമർശത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിയതുമാണ്. ഇവിടെ ആന്റോ ആന്റണിയെ നേരിടാൻ തോമസ് ഐസക് വരുന്നു. ആന്റോ ആന്റണി നമുക്കറിയാം സിറ്റിംഗ് MP ആണ്. പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ച സമയം മുതൽ തന്നെയുള്ള MP ആണ് ആന്റോ ആന്റണി. 4-ാം തവണയാണ് ആന്റോ ആന്റണി ഇവിടെ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. ഓരോ തവണയും ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു എങ്കിൽ പോലും ആന്റോ ആന്റണിയുടെ ജനസ്വാധീനത്തിലൊട്ടും കുറവില്ല. കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങളും പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളും ചേർന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അങ്ങനെ അവിടെ അനിൽ ആന്റണിയെ അവതരിപ്പിച്ച് BJP വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോ തരത്തിലുള്ള പ്രത്യേകതയുള്ള സ്ഥാനാർത്ഥികൾ അവതരിക്കുന്ന മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട എന്ന് കാണണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ആന്റോ ആന്റണി വിജയിച്ചു. വലിയ ശബരിമല തരംഗത്തിൽ UDF കേരളം ഒന്നാകെ തൂത്തുവാരിയപ്പോൾ, ആലപ്പുഴ ഒഴിച്ച് കേരളം ഒന്നാകെ തൂത്തുവാരിയപ്പോൾ UDFനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട.
പത്തനംതിട്ട. പക്ഷേ ഭൂരിപക്ഷം കുറവായിരുന്നു. അതൊക്കെയാണ് ഇത്തവണ LDFന്റെ പ്രതീക്ഷ, BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിലെ പ്രതീക്ഷ. അങ്ങനെ നിരവധിയായ ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. കിരൺ, കഴിഞ്ഞ തവണത്തെ പോരാട്ടം 2019 വലിയ പോരാട്ടമായിരുന്നു. സാക്ഷാൽ K. സുരേന്ദ്രനെ ഇവിടെ മത്സരിപ്പിച്ചുകൊണ്ട് BJP വലിയ ശ്രമം നടത്തിയ ഒരു മണ്ഡലമാണ്. പക്ഷേ പതിവ് പോലെ കോൺഗ്രസിനാണ് അത് ഗുണം ചെയ്തത്. എന്തായിരുന്നു ആ പോരാട്ടങ്ങളുടെ പ്രത്യേകത? ഈ മണ്ഡലം രൂപീകരിച്ചിട്ടും അധികകാലമായിട്ടില്ല. ഈ മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ മണ്ഡലത്തിന് ഒറ്റ MP മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ആന്റോ ആന്റണിയാണ്. ആന്റോ 3 മത്സരം 2009 2014 2019 ആന്റോ ആന്റണി തന്നെയാണ് വിജയിച്ചത്. പക്ഷേ ആന്റോ ആന്റണി ആദ്യ തെരഞ്ഞെടുപ്പിൽ 51% വോട്ട് നേടി വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 4 ലക്ഷത്തിന്റെ മാർക്കൊക്കെ കടന്നിരുന്നു. പക്ഷേ പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ആകെ വോട്ട് കുറവായിരുന്നു ഉണ്ടായത്. പക്ഷേ BJPയുടെ വളർച്ച കൂടിയാണ് അതിൽ ഒരു പ്രധാനപ്പെട്ടത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ V. രാധാകൃഷ്ണ മേനോൻ മത്സരിക്കുമ്പോൾ 56,000 വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2014 MD രമേശ് ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. MD രമേശ് സ്ഥാനാർത്ഥി എത്തുമ്പോൾ ഏകദേശം അത് 1,40,000-ത്തിനടുത്തേക്ക് 38,000-ത്തിലേക്ക് വോട്ട് വിഹിതം ഉയരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രത്യേകത ശബരിമല നിൽക്കുന്ന മണ്ണാണിത്. അതുകൊണ്ട് ശബരിമല ഒരു സമരം, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ വൈകാരികമായി കേരളത്തിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവാൻ സാധ്യതയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെയാണ് K. സുരേന്ദ്രൻ തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇവിടെ മത്സരത്തിലേക്ക് എത്തുന്നത്. അവിടെ BJP ഒരു കടുത്ത മത്സരത്തെ കാഴ്ചവെച്ചു. അദ്ദേഹം 2,97,000 വോട്ട് നേടി എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഉയർന്ന ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക്, കേരളത്തിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ രണ്ടാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ട എന്ന് തന്നെ പറയേണ്ടി വരും. ഈ BJPയുടെ ആ സ്ഥാനത്ത് ഇത്തവണ സ്ഥാനാർത്ഥി എത്തുന്നത് അനിൽ ആന്റണിയാണ്. ഈ അനിൽ ആന്റണി സ്ഥാനാർത്ഥി എത്തുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് നിലനിർത്താൻ, സുരേന്ദ്രന്റെ വോട്ട് നിലനിർത്താൻ കഴിയുമോ? ശബരിമലയുടെ സാഹചര്യം മറികടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമേ അല്ല. ശബരിമലയ്ക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ 7 മണ്ഡലങ്ങളിലും വിജയിച്ചത് ഇടതുമുന്നണിയാണ്. ഒരിടത്ത് പോലും ഇടതുമുന്നണിക്ക്, ഇതെല്ലാം പരമ്പരാഗതമായിട്ട് അങ്ങനെ ഇടതുമുന്നണിയുടെ മണ്ഡലങ്ങളൊന്നുമല്ല. ഇവിടെ UDFനും കൂടി വലിയ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ്. പക്ഷേ അവിടെ ഇടതുമുന്നണിയാണ് 7 മണ്ഡലങ്ങളിലും വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യത്യസ്തമായ കാഴ്ചയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പരിയാരത്ത്. സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സോ കൊടിതോരണങ്ങളോ പോസ്റ്ററോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. ഇത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു തീരുമാനമാണ്. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം നെടുമങ്ങാട് പരിയാരത്താണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ചുവരുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരെഴുതിയിട്ടുണ്ടാകില്ല, കൊടിതോരണങ്ങൾ ഉണ്ടാകില്ല, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലക്സ് ഉണ്ടാകില്ല. വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ? ഇവിടെ വർഷങ്ങൾ ഒരുപാടായി, കുറേ നാളായി ഇങ്ങനെ ഫ്ലക്സ് ബോർഡും കൊടിതോരണങ്ങളൊന്നുമില്ല. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എന്തോ തർക്കങ്ങൾ സംഭവിച്ചു. അതിനുശേഷം അവരവരുടെ മനസ്സിൽ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവരൊരു ഇഷ്ടത്തിന് പോയി വോട്ടിടും. അത്ര തന്നെയാണ് ഈ നാട്ടിൽ ഇപ്പം നടന്നു പോകുന്നത്. ഈ ഒരു രാഷ്ട്രീയ സംഘർഷമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലേ ഇത് വേണ്ടാന്ന് വെക്കുന്നത്? അതെ, അങ്ങനെയാണെന്നാണ്. പഴയ കാലത്താണ് നമ്മൾ വളർന്നു വന്നപ്പോഴിത് കണ്ടാണ് വളർന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നു. എത്ര വയസ്സായി താങ്കൾക്ക്? എനിക്കിപ്പം 38 ആയി. ഈ ഇത്രയും കാലം ഇവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ ചുവരെഴുത്തുകളോ ഒന്നും ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല? ഇല്ല. ഈ ഒരു 1.5 കിലോമീറ്റർ വരെ ഇങ്ങനെയാണ്. ഈ ചുറ്റളവിലാണ് അല്ലേ? ഈ ചുറ്റളവിലാണ്, ഈ പരിയാരം എന്നുള്ള ഈ പ്രദേശത്താണ് അങ്ങനെ. ശരി, അതൊരു വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എല്ലാവരും പക്ഷെ വോട്ട് ചെയ്യാനൊക്കെ പോകും. വോട്ട് ചെയ്യാനൊക്കെ പോകും. അപ്പോൾ രാഷ്ട്രീയത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷേ പ്രചരണം ഈ തരത്തിലില്ല. ഈ തരത്തിലെ കൊടിയോ വേറൊന്നുമില്ല. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിൽ ചുവരെഴുത്തുകളും പ്രചരണവും കൊടിതോരണങ്ങളും ഒക്കെയും ഉള്ള കാഴ്ചയുണ്ട്. പക്ഷേ ഈ നെടുമങ്ങാട് പരിയാരത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാഴ്ചയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേകത? എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. എനിക്ക് 46 വയസ്സായി. എൻ്റെ ചെറുപ്രായം മുതലേ ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളോ കൊടിതോരണങ്ങളോ ബാനറുകളോ ഒന്നും ഇവിടുത്തെ നാട്ടുകാർ തീരുമാനിച്ചതാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇലക്ഷൻ വരും, വോട്ട് ചെയ്യാൻ പോകും. ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബോർഡ് കയറല്, ഒരു കൊടിവയ്പ്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ വരും, യോഗങ്ങൾക്ക് കൊണ്ടുപോകും. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust.
ഭക്ഷ്യമേഖലയിലെ പ്രമുഖ കമ്പനിയായ പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ് ഉപഭോക്താക്കൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊൻകതിർ വീറ്റ് ഇടിയപ്പം സെൽഫി കോൺടെസ്റ്റ് വിന്നേഴ്സിനാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രൈസ് ടൈം പരിപാടിയിലൂടെ സമ്മാനങ്ങൾ നൽകിയത്. വിജയികൾക്ക് പൊൻകതിർ ബ്രാൻഡ് അംബാസഡർ രമേശ് പിഷാരടിയും പൊൻകതിർ ഫുഡ്സ് മാനേജിംഗ് ഡയറക്ടർ PR ബിജോയും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊൻകതിർ പുട്ട് ഏറ്റെടുത്ത ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവമായിരിക്കും പൊൻകതിർ വീറ്റ് ഇടിയപ്പം പൊടിയെന്ന് പൊൻകതിർ MD ബിജോയ് PR പറഞ്ഞു. സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി 1.5 ലക്ഷം കടന്ന് സ്വർണ്ണവില. 1040 രൂപയാണ് പവന് വർദ്ധിച്ചത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6300 രൂപ, പവന് 50,400. 18 ക്യാരറ്റ് ഗ്രാമിന് 5260, പവന് 42,080. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോയ്ക്ക് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു പകൽ വാർത്ത. നമസ്കാരം. ഉരുക്കു നഗരത്തിൽ കരുത്തുകാട്ടാൻ കേരള ബ്ലാസ്റ്റേഴ്സ്. വിജയവഴിയിൽ മടങ്ങിയെത്തുമോ കേരളത്തിന്റെ കൊമ്പന്മാർ? കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC മത്സരം നാളെ വൈകിട്ട് 6:30 മുതൽ.